മുതലാളിയും തൊഴിലാളിയായിട്ട് ഇപ്പോഴും നിൽക്കുക. ആ മുതലാളിയും തൊഴിലാളിയായിട്ട് ഇപ്പോഴും നിന്നാൽ ആ കുടുംബത്തിന് ജനാധിപത്യം എത്രയാ? ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ കാണുന്നതും ഒന്നുമല്ല കേട്ടോ. ജനാധിപത്യത്തെ കുറിച്ച് നന്നായിട്ട് പറയും. അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എല്ലാം നല്ല കൃത്യമായ നിലപാട് സ്വീകരിക്കും, വർത്തമാനം പറയും, നല്ല രാഷ്ട്രീയ ധാരണ കാണും, നല്ല രീതിയിലുള്ള വർത്തമാനം, ആവേശകരമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന പലരും ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അതെല്ലാം വീടിനകത്തേക്ക് വന്നാൽ അതെല്ലാം പുറത്തു വെക്കും. നമ്മൾ ചെരുപ്പഴിച്ച് പുറത്തു വെക്കുന്നത് പോലെ ഒരു ജോലി ചെയ്തൊക്കെയാണ്. സാധാരണ സ്ത്രീകളുണ്ടല്ലോ, സാധാരണ സ്ത്രീകൾ, ഈ തൊഴിലുറപ്പിന് പോകുന്നവർ, അവരുടെ മനോഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. 10 ദിവസം ജോലി എടുത്താൽ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. ആ പൈസ വന്നെന്ന് കാണുമ്പോൾ ഇവർ എടുക്കാൻ പോകും. പൈസ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഇന്ന് കോളാന്നല്ലോ, എല്ലാവർക്കും പൈസ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കാൻ പറയും, എന്തു സഖാവേ. അപ്പൊ കിട്ടിയ പൈസയുടെ കണക്കെടുത്ത് പറയും, പാലുകാരന് കൊടുക്കണം, റേഷൻ കടയിൽ കൊടുക്കണം, മീൻ മേടിച്ചെടുത്ത് കൊടുക്കണം, ഉച്ചന്റെ ട്യൂഷൻ ഫീസ് കൊടുക്കണം. ഈ പോകുന്ന സ്ത്രീകൾ മുഴുവൻ എടുക്കുവോ? ഇല്ല. കാരണം അവർക്കൊരു അക്കൗണ്ട് വരിക, ഒരു അക്കൗണ്ട് തുടങ്ങുക, ആ അക്കൗണ്ടിലേക്ക് കുറച്ച് പണം മിച്ചം കിടക്കുക എന്ന് പറയുന്ന ഒരു ബോധത്തിലേക്ക് നമ്മുടെ സാധാരണ സ്ത്രീകൾ പോലും എത്തി എന്നുള്ളതാണ്. അതൊരു മോശപ്പെട്ട പദമല്ല കേട്ടോ. തൻ്റെടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇടം, തൻ്റെതായ ഒരു ഇടം, ആ ഇടം നേടിയെടുക്കുന്നതാണ് തൻ്റെടി. അതുകൊണ്ട് സ്ത്രീകൾ നല്ല തൻ്റെടികളായിട്ട് മാറണം. നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ സ്വയം തിരിച്ചറിയണം. ഇത്രയും സഹോദരിമാരുണ്ടല്ലോ, നിങ്ങളുടെ ചെറുപ്പകാലത്തായാലും ഈ സന്ദർഭത്തിലായാലും എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വീടിനകത്ത് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ഇന്ന ആഗ്രഹമുണ്ട്, ഇന്നത് ചെയ്യണം, ശ്രദ്ധിക്കുമോ? ഞാൻ പലരോടും ഇത് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ട്, അപ്പോൾ കൊച്ചുങ്ങളുടെ താല്പര്യം നോക്കും, കൊച്ചുങ്ങളുടെ അച്ഛൻ്റെ താല്പര്യം നോക്കും, പിന്നെ പ്രായമുള്ള അമ്മയുടെ അപ്പൻ്റെ താല്പര്യം നോക്കും. അവിടെ പിന്നെ എന്തുവാ സഖാവി, നമ്മുടെയൊക്കെ താല്പര്യം എന്തുവാ? അതിനോടൊപ്പം നമ്മളൊന്ന് പോകും. നമ്മൾ നേരം മുടക്കുമ്പോൾ തൊട്ട് ജോലി 4 മണി തൊട്ട് നിങ്ങൾ തുടങ്ങുന്ന ജോലിയല്ലേ. ആ ജോലിക്ക് ആരെങ്കിലും കണക്ക് വെച്ചിട്ടുണ്ടോ? നിങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നതുകൊണ്ട് അവിടെ ഓഫീസ് ജോലി ചെയ്താൽ കൃത്യമായി മാസം തോറും ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ സ്ത്രീകൾ ചില നേരങ്ങളിൽ ചില ജോലികൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് കൂടിയാണ്. ഈ ഒരു സംഘം നമ്മൾ ഒന്നിച്ചു കൂടുന്നതിൻ്റെ, ഒരു സംഘടന തരുന്ന ബലം, ഒരു സംഘം തരുന്നതിൻ്റെ ബലം ചെറുതല്ല എന്ന് ബോധ്യപ്പെടുന്നവരാണല്ലോ നമ്മൾ. അതുകൊണ്ടാണ് ഈ മഴത്ത്